എന്താണ് മനുഷ്യന്റെ ശരിയായിട്ടുള്ള കർത്തവ്യം? അതാണ് ഭാഗവതം പറഞ്ഞത്. അതിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറ്റുന്ന പോലെ കുറച്ച് ജീവിതത്തിൽ പകർത്തിയാലോ എത്ര ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ 3 പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരിക്കലും വരാത്ത രീതിയിൽ ഇല്ലാതായിത്തീരും. ജന്മാന്തര സുഹൃതം കൊണ്ട് ശ്രീമദ് ഭാഗവതമാകുന്ന ശാസ്ത്രം നമ്മൾ കേൾക്കുക. മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട അസംഖ്യം ഗ്രന്ഥങ്ങളാണ്. എത്ര ജന്മെടുത്താലും മുഴുവൻ ഒന്ന് പാരായണം ചെയ്യാൻ പോലും പറ്റില്ല. എന്നിട്ട് വേണ്ടേ അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ. അങ്ങനെ വേദമാണ് ആദ്യം ഉണ്ടായിരുന്നത്. വേദം എന്താ പറഞ്ഞു തരുന്നത്? മനുഷ്യന്റെ കർത്തവ്യം, എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം. എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്, ഒരു മനഃശാന്തി വേണം, നല്ല സന്തോഷം ഉണ്ടാവണം. എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ലക്ഷ്യം അതാണ്. അതിനെ എങ്ങനെ വേണം, എങ്ങനെ ജീവിച്ചാലാണ് നമുക്കെല്ലാം നന്മ ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിച്ച് കിട്ടുക എന്ന് വേദമാകുന്ന ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരാം. എന്താ വേദത്തിന്റെ സാരം? ഇന്നതൊക്കെ ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഇതാണ് ധർമാധർമ്മങ്ങൾ എന്ന് പറയും. എന്താണ് ധർമ്മം, എന്താ അധർമ്മം എന്ന് ചോദിച്ചാൽ വേദത്തിന്റെ സാരമായിട്ട് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞു. വേദപ്രണീഹിതോ ധർമ്മഃ ഹ്യധർമ്മഃ തദ്വിപര്യ. വേദങ്ങളിലൊക്കെ നിങ്ങൾ ഇന്ന ചെയ്യൂ ഇന്ന ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ചെയ്യാൻ പറഞ്ഞ കാര്യമൊക്കെ ധർമ്മം, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അധർമ്മം. ഇതാണ് ധർമാധർമ്മം. ഇപ്പൊ എന്താ ധർമ്മം എന്നറിയാൻ ഒരു വിഷമമില്ല. എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കർത്തവ്യം എന്നർത്ഥമാണ്. ഭാഗവതത്തില് അത് വിശദീകരിച്ചു തരാം. മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും ഇതന്നെയാ പറഞ്ഞിരിക്കണേ. 5ാമത്തെ വേദം എന്ന പേരുള്ള 1.25 ലക്ഷം ഗ്രന്ഥമുള്ള മഹാഭാരതത്തിലും മറ്റ് പുരാണങ്ങളിലെല്ലാം തന്നെ രാമായണമായാലും സർവഗ്രന്ഥങ്ങളിലും ഈ ധർമ്മതത്വമാണ് നമുക്ക് പറഞ്ഞത്. ഇതെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു വേദവ്യാസ ഭഗവാൻ ശമ്യാപ്രാസത്തിലെ സരസ്വതി നദി തീരത്തിരുന്ന്. പക്ഷെ ഇതൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടും മനസ്സിന് ഒരു തൃപ്തിയില്ല. അപ്പോഴാണ് നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു. നാരദ മഹർഷി ചോദിച്ചു, എന്താ ലോകത്തിന് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് അങ്ങക്ക് തൃപ്തിയില്ലാത്തത്? വ്യാസഭഗവാൻ പറയാ, ഞാൻ വളരെ ചിന്തിച്ചു നോക്കി, കാരണം കണ്ടുപിടിക്കാൻ പറ്റണില്ല. അങ്ങാണെങ്കിൽ സർവജ്ഞനായിട്ടുള്ള ആളാണ്, ത്രികാലജ്ഞാനിയാണ്. എന്താണ് എൻ്റെ പോരായ്മ എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണല്ലോ നാരദ മഹർഷി പറഞ്ഞത്, ഭവതാ അനുദിത പ്രായം യശോ ഭഗവതോ മലം യഥാ ധർമാദയശ്ചാർത്ഥാഃ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിതാഃ. ഭഗവാനെ കുറിച്ച് അങ്ങ് വേണ്ടത്ര പറഞ്ഞിട്ടില്ല എന്ന്. വേണ്ടത്ര വർണ്ണിച്ചില്ല. വർണ്ണിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാ പുരാണങ്ങളിലും, പക്ഷെ കുറച്ചേ പറഞ്ഞുള്ളൂ. എന്താണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനെയൊക്കെ പറയാനായിട്ട് അനേക ഉദാഹരണങ്ങൾ. അങ്ങനെയാണ് മഹാഭാരതത്തിലൊക്കെ 1.25 ലക്ഷം ശ്ലോകമൊക്കെ ആയത്. അങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ, 81,000 ചില്ലാനം ശ്ലോകമുള്ള സ്കന്ദപുരാണവും 55,000 ശ്ലോകമുള്ള പത്മപുരാണമൊക്കെ നിർമ്മിച്ചു. ഇതൊക്കെ ആർക്കെങ്കിലും വായിച്ച് മുഴുവനാക്കാൻ പറ്റുമെന്നാണ് നാരദ മഹർഷി ചോദിച്ച് വ്യാസന്റെ അടുക്കെ. ലോകത്തിന് വേണ്ടി ചെയ്തതാണ്. 1.25 ലക്ഷം ശ്ലോകം മഹാഭാരതം ആര് വായിക്കും? അത് വായിച്ച് മനസ്സിലാക്കാൻ ആർക്ക് കഴിവുണ്ട്? വേദം പഠിക്കുന്ന പോലെ തന്നെ വിഷമമുണ്ട്. ആ മഹാഭാരതത്തിലെ ഒരു 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. അതുപോലും മുഴുവൻ വായിച്ച് മനസ്സിലാക്കാൻ വിഷമം.
700 ശ്ലോകം വായിച്ച് മനസ്സിലാക്കാൻ വിഷമമുള്ള ആൾക്ക് പറ്റുമോ? 1.25 ലക്ഷം ശ്ലോകം. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ആയാൽ വരാൻ പോകുന്ന കലിയുഗം അല്പായുസ്സുകള്, അല്പബുദ്ധികളായിട്ടുള്ള ആളുകള്, അവർക്ക് ചുരുക്കി വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇന്നത് ചെയ്യൂന്ന് പറയണം. വ്യംഗ്യമായിട്ട് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം? അങ്ങ് ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥമൊക്കെ നല്ലത് തന്നെയാണ്. അത് വേണ്ടത്ര കലികാലത്തുള്ള ആൾക്ക് ഉപകരിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥങ്ങളിൽ എവിടെ എവിടെ ഭഗവത് കഥകള്, അവതാര കഥകൾ വർണ്ണിച്ചിട്ടുണ്ടോ അതെല്ലാം എടുത്ത് ഒരു ഗ്രന്ഥത്തിലാക്കുക. അപ്പോഴാണ് അതിന് ഭാഗവതം എന്ന് പേര് പറയാം. ഭക്തന്റെ, ഭാഗവതന്മാരുടെ, ഭഗവാന്റെ മാത്രം കഥ, അതാണ് ഭാഗവതം. ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥങ്ങൾക്കൊന്നും ഭാഗവതം എന്ന് പേരില്ല. അഗ്നിപുരാണം, വായുപുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, കൂർമ്മപുരാണം, ലിംഗപുരാണം, മത്സ്യപുരാണം ഒക്കെ ഇങ്ങനെ പേരുകൾ. അതിനൊന്നും ഭാഗവതം എന്നുള്ള പേര് കൊടുക്കാൻ യോഗ്യതയില്ല. ഭഗവാനെ കുറിച്ച് വേണ്ടത്ര പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥം നിർമ്മിക്കൂ. അപ്പോഴാണ് അങ്ങ് അതിനെ അവതരിച്ച ആളാണ്. ഈ വേദം സംരക്ഷിക്കാൻ വേണ്ടി വന്ന ആളാ. വേദസാരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവതരിച്ച ആളാണ് അങ്ങ്. ഓരോ ദ്വാപരയുഗത്തിന്റെ അവസാനം അവതരിക്കാറില്ലേ? അപ്പൊ അങ്ങനെ അവതരിച്ച ആളാണ്. അതിനു വേണ്ടി വന്ന് ആ ഗ്രന്ഥം നിർമ്മിച്ചോളൂ. ലോകത്തിന് വലിയ ഉപകാരമാവും. അങ്ങയ്ക്കും മനഃശാന്തി കിട്ടും, അത് വായിക്കുന്നവർക്കും കിട്ടും. അങ്ങനെയാണ് ഈ ഭാഗവതത്തിന്റെ നിർമ്മാണം. അപ്പോ വേദം പഠിക്കാൻ കഴിഞ്ഞില്ലോ, വലിയ വലിയ പുരാണങ്ങളെ, ഇതിഹാസങ്ങളൊന്നും വർണ്ണിക്കാൻ കഴിഞ്ഞില്ലോ, വേണ്ട പോലെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലോ, ആരും ദുഃഖിക്കണ്ട. ഭാഗവത ശ്രവണത്തിന് അവസരം കിട്ടിയാൽ അത് പാഴാക്കാതിരുന്നാ മതി. കലൗ കീരേണ ഭാഷിതം ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ഈ കലികാലത്തുള്ള ആൾക്ക് ശാസ്ത്രം ഗ്രഹിക്കാൻ, എല്ലാത്തിന്റെ സാരം ഗ്രഹിക്കാൻ വേണ്ടി ശുഗബ്രഹ്മർഷി പാടിയ പാട്ടാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം സാധിക്കും, മനഃശാന്തി കിട്ടും. വേറെ വല്ല ഗ്രന്ഥങ്ങളും പഠിച്ചാലോ, ഒരെണ്ണം പഠിച്ചാൽ തീരില്ല, കുറെ എണ്ണം പഠിച്ചാലാ പൂർണ്ണാവുക. ശ്രീമദ് ഭാഗവതം അല്ല, ഒരു ഗ്രന്ഥത്തിന്റെ ശ്രവണം കൊണ്ട് എല്ലാം ശ്രവിച്ച പോലെയാവും. അതാണ് സമുദ്രത്തിൽ സ്നാനം ചെയ്യുമ്പോൾ എല്ലാ പുണ്യനദികളിലും സ്നാനം ചെയ്ത ഒരു പുണ്യം. കാരണം സർവ പുണ്യനദികളും സമുദ്രത്തിൽ വന്നുകൂടാ. അതാണ് സമുദ്ര സ്നാനത്തിന് ഇത്രയും പ്രാധാന്യം. എല്ലാ നദികളിലും സ്നാനം ചെയ്ത ഒരു പുണ്യം. അതുകൊണ്ട് ഭാഗവതം കേട്ടോളൂ. ഇനി വേറെ ഗ്രന്ഥമുണ്ടോ ചിന്തിക്കണ്ട. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈന വിദ്യതേ. ആ മനസ്സിന് ശാന്തി കിട്ടാൻ ഭാഗവത ശ്രവണത്തോട് തുല്യമായിട്ട് മറ്റൊരു ഗ്രന്ഥമില്ല എന്നുള്ളു. ഒറ്റ ഗ്രന്ഥമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭഗവത് കഥാശ്രവണം കൊണ്ട് എത്ര ഉയരാൻ പറ്റും ഒരു മനുഷ്യന്. എന്തെല്ലാം ദുഷ്കർമ്മങ്ങളെ കൊണ്ട് എത്ര അധപ്പതിച്ച ആളാണെങ്കിലും ഉയർന്ന പദവിയിലേക്ക് എത്താൻ പറ്റും എന്ന് കാണിക്കാനാണ് ആ കഥകളൊക്കെ. അങ്ങനെയുള്ള ആത്മകഥ എന്നെ നാരദ മഹർഷി പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉത്ഭവം. മറ്റ് ഗ്രന്ഥങ്ങൾ നിർമ്മിച്ച് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം എല്ലാ ശാസ്ത്രങ്ങളുടെയും സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം, എല്ലാത്തിന്റെ സാരമെടുത്ത് നിർമ്മിച്ചു. അങ്ങനെയുള്ള ഭാഗവതം. അപ്പൊ അത്രയും വിശേഷമായ ഒരു പുരാണ ഗ്രന്ഥമാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാരം ഒരു കാര്യമല്ല. ജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രം അത് കേൾക്കുന്നു. 7 ദിവസം കൊണ്ടാണ് അത് ശുഗബ്രഹ്മർഷി പാടിയത്. വ്യാസഭഗവാൻ ശുഗനെ പഠിപ്പിച്ചു. വേറെ ആരും പഠിക്കാൻ വന്നില്ല ശ്രദ്ധയോടുകൂടി. അപ്പൊ ശുഗനെ പഠിപ്പിച്ചു. ശുഗമഹർഷി അങ്ങനെ പാടിക്കൊണ്ടാ നടക്കണെപ്പോഴും. പ്രേമണ പഠൻ ഭാഗവതം ശനൈശ്വരൈഹി. ശുഗബ്രഹ്മർഷിക്ക് മറ്റൊന്നും വേണ്ട, ഈ ഭാഗവതം പാടുക. അദ്ദേഹം പാടുന്ന സമയത്ത് ആൾക്ക് വേണമെങ്കിൽ കേൾക്കാം. അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ഒരു നിൽക്കുള്ളൂ, സഞ്ചരിക്കുക. അദ്ദേഹം അങ്ങനെ നടക്കുന്ന വഴിക്കാണ്
ഗംഗാതീരത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു സദസ്സ്. വളരെ ശ്രദ്ധയോടുകൂടി ആരെങ്കിലും ഒരു ഗുരുനാഥൻ വന്നാൽ മതിയായിരുന്നു. കുറെ ആചാര്യന്മാരുണ്ട്. പരീക്ഷിത്ത് രാജാവുണ്ട്, പ്രായോപവേശം ചെയ്ത് അവിടെ ഇരിക്കുന്നു. 7ാമത്തെ ദിവസം തക്ഷകന്റെ കടിയേറ്റ് മരണം സംഭവിക്കുന്ന അറിഞ്ഞപ്പോ ഇനി ഒരു നിമിഷം പാഴാക്കാൻ പാടില്ല. അങ്ങനെ ഗംഗാതീരത്ത് ദർഭപ്പുല്ല് വിരിച്ച്, ദാഹിച്ചാൽ വെള്ളം കുടിക്കില്ല, വിശന്നാൽ ഭക്ഷണം കഴിക്കില്ല, പ്രാണൻ ഈ ശരീരത്തെ വിട്ടു പോകുമ്പോ പൊക്കോട്ടെ, ഇങ്ങനെ ഒരു ഇരിപ്പിനാണ് മരണം വരെ ഉപവാസം. ഇതിനാണ് പ്രായോപവേശം എന്ന് പറയാം. ഇതിനങ്ങടി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അനുഗ്രഹിക്കാൻ അത്രീഹി വസിഷ്ഠ ച്യവനഃ ശരദ്വാൻ എത്ര ഋഷിമാരവിടെ വന്നു ചേർന്നു. അവരോട് പറഞ്ഞു, എനിക്കെല്ലാം പറഞ്ഞു തരണം, 7 ദിവസമേ ആയുസുള്ളൂ. ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. ഭഗവാനിലെ ഭക്തി ഉണ്ടാവണം, എത്ര ജന്മെടുക്കേണ്ടി വന്നാലും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഋഷിമാർക്ക് വിഷമായി. 7 ദിവസം കൊണ്ട് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? ഒരു 7 മാസമുണ്ടെങ്കിൽ ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാൻ പറ്റുന്നില്ല, അത്രയും ഗ്രന്ഥം. അപ്പൊ എന്താ വഴി, എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രാഹ, ശുഖബ്രഹ്മർഷി വന്നു ചേരുന്നു. എല്ലാവരും വേണ്ട പോലെ വന്ദിക്കുന്നു. ഇരിക്കാനായിട്ട് സ്ഥാനമെല്ലാം കൊടുക്കുന്നു. അവിടെ ഇരിക്കുന്നു. പാദത്തിൽ നമസ്കരിച്ചു എല്ലാവരും. പരീക്ഷത്തും നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താണ് മനുഷ്യന്റെ പ്രഥമമായി ശരിയായിട്ടുള്ള കർത്തവ്യം? കിം ശ്രോതവ്യമഥോ ജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ യദ്വി എല്ലാത്തിന്റെ വിപര്യം യദ്വാ വിപര്യം യത് ശ്രോതവ്യം അഥോ ജപ്യം. എന്താണ് ഒരു മനുഷ്യൻ കേൾക്കേണ്ടത്, എന്താ സ്മരിക്കേണ്ടത്, എന്താ ജപിക്കേണ്ടത്? ഇതൊന്നും അറിയാതിരുന്നാൽ കുറെ കഴിയുമ്പോൾ ആയുഷ്കാലം പോവും, ആയുസ് അറ്റു പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിവേകിയായിട്ടിരിക്കണം. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുതരാം, ഒന്നും വിഷമിക്കണ്ട, ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അങ്ങ് 7 ദിവസമേ ആയുസ്സുള്ളൂ, വിഷമിക്കൊന്നും വേണ്ട. ഖട്വാങ്കന് 2 നാഴിക നേരെ ആയുസ്സുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ നേരം കൊണ്ട് ഭഗവാനെ സ്മരിച്ച് മുക്തി നേടി ഖട്വാങ്കനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരീക്ഷിത്തെ അങ്ങക്ക് എത്ര ആയുഷ്കാലം? 7 ദിവസമല്ലേ വ്യാസഭഗവാൻ പഠിപ്പിച്ചെന്ന്, എൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്ന് ഭാഗവതം 7 ദിവസം കൊണ്ട് അങ്ങേ പാടി കേൾപ്പിക്കാം എന്ന് പറഞ്ഞാണ് ക്രമത്തിൽ വർണ്ണിച്ചുകൊണ്ട്. അങ്ങനെ 1ാമത്തെ ദിവസം കഴിഞ്ഞു, 2ഉം കഴിഞ്ഞ് 3, 4 അപ്പോഴാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ചോദ്യം ചോദിക്കും, അതിന് കൃത്യമായിട്ട് ഉത്തരം പറയും. 8ാം സ്കന്ധത്തിലെ മന്വന്തര വർണ്ണനയാണ്. 24 അധ്യായങ്ങളെ കൊണ്ട് 931 ശ്ലോകങ്ങളെ കൊണ്ട് 14 മനുക്കളുടെ ചരിത്രം. ഈ പ്രപഞ്ചമൊക്കെ സംരക്ഷിക്കുന്ന ഓരോ ശക്തിയായിട്ട്, രാജാവായിട്ടും ദേവലോകത്താണ് ഇന്ദ്രനായിട്ടും, ഇങ്ങനെയൊക്കെ ഓരോ ദിക്കിൽ രക്ഷിച്ചുകൊണ്ടിരിക്കും എല്ലാത്തിനെയും. അതിൽ ശക്തിയുടെ പേരാണ് മനു എന്ന്. ഹരേഹേ ശക്തിരിഹി പാലിനി, ഹരേഹേ പാലിനി ശക്തിഹി മനു എന്നാണ്. ഭഗവാന്റെ ആ സംരക്ഷണം ശക്തി ഉണ്ടല്ലോ, അതിന്റെ പേരാണ് മനു എന്ന്. അതുകൊണ്ട് അങ്ങനെ മന്വന്തരം വർണ്ണിക്കാണ്. സ്വയംഭവമന്വത്തിലെ ഭഗവാന്റെ അവതാരം സ്വാരോജിഷൻ, ഉത്തമൻ, താമസൻ, എല്ലാ മന്വന്തരം ഓരോ അവതാരം മാത്രം പറഞ്ഞു. 71 ചതുരിയുണ്ട് ഒരു മന്വന്തരം. എങ്ങനെ വിസ്തരിച്ച് പറയാനാ? 4ാമത്തെ ദിവസമായി, 7 ദിവസം കൊണ്ട് അവസാനിക്കണം. അപ്പോഴാണ് ശുഖബ്രഹ്മർഷി എല്ലാം ചുരുക്കി പറയാൻ തീരുമാനിച്ചത്. സ്വയംഭവ മന്വന്തരം 112 അധ്യായങ്ങളിൽ വർണ്ണിച്ചു. അപ്പോഴേക്കും 3 ദിവസം കഴിഞ്ഞു, 4ാം ദിവസമായി. ഇതുപോലെ വർണ്ണിക്കാൻ പറ്റുമോ മറ്റ് 14 മന്വന്തരങ്ങൾ, മറ്റ് മന്വന്തരങ്ങളൊക്കെ? അപ്പോഴാണ് ചുരുക്കി പറഞ്ഞത്. ഭഗവാൻ ആദ്യം മുതൽ വീണ്ടും ഒന്നുകൂടി അനുസ്മരിച്ചു. മന്വന്തരം എന്നാം ഭഗവാൻ യജ്ഞനായിട്ട് അവതരിച്ചു, അതുപോലെ തന്നെ വിഭുവായിട്ട് അവതരിച്ചു, സത്യസേനായിട്ട് അവതരിച്ചു,
നാലാമത്തെ മന്വന്തരം ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാത്? ഒരു തടാകത്തില്, ഒരു ജലാശയത്തില് മുതലയുടെ കടിയിൽപ്പെട്ട അവശനായ ഗജേന്ദ്രനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഭക്തന്മാരുടെ മുമ്പിലൊക്കെ ഭഗവാൻ അവതരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങൾക്ക് ഒരാനയെ രക്ഷിക്കാൻ വേണ്ടി അവതാരം സ്വീകരിക്കുമോ എന്നാ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് 3 അധ്യായങ്ങളിൽ നമ്മൾ ഇവിടെ കേട്ടു. നമ്മൾ ഗജേന്ദ്രമോക്ഷ ചരിത്രം കഥകളെ എന്തിനുള്ളതാ? കഥ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ചർച്ച എന്നാണ് അതിനർത്ഥം. കഥാനാമ ശാസ്ത്ര ചർച്ച. കഥകള് വെറും എന്തെങ്കിലും പറയലല്ല, ഒരു തത്വം നമ്മളെ ബോധിപ്പിക്കാനാണ്. ശാസ്ത്രം ചെയ്യുന്ന പണിയാ. ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണ്. അപ്പൊ എന്തൊന്ന് പറയണ്ടെങ്കിലും അതിൽ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യരുതെന്ന്, അധർമ്മം എന്തെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് അതിനെ ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇന്നതാ ചെയ്യണ്ടെന്നുള്ള ധർമ്മം ഗ്രഹിക്കാം. ഇങ്ങനെയാണ് എല്ലാം. അപ്പൊ ഗജേന്ദ്രനെയൊക്കെ കുറിച്ച് വർണ്ണിച്ചു. പാണ്ഡ്യരാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നന്റെ ഒക്കെ ചരിത്രം, അഗസ്ത്യ മഹർഷിയുടെ ശാപം മൂലം ഒരാനയായിട്ട് തീർന്നതും, അങ്ങനെ ഒരു സരസിൽ ചെന്നിറങ്ങിയതും, ആ മുതല പിടിച്ചതൊക്കെ പൂർവജന്മ സുഹൃതം കൊണ്ട് ഭഗവാനെ അർച്ചിച്ച കാരണം, പൂർവജന്മ സുഹൃതത്തിന്റെ ആധിക്യം കൊണ്ട് പൂർവജന്മൊക്കെ ഓർമ്മ വന്നു, ഭഗവാനെ ഓർമ്മ വന്നു. പുഷ്പാഞ്ജലി ഇരിക്കുമ്പോഴാണ് ഒരു ശിക്ഷ കിട്ടിയത്. ശാപം എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തതിന് വലിയ മഹാത്മാക്കൾ കൊടുക്കുന്ന ശിക്ഷയ്ക്കാണ് ശാപം എന്നുള്ള പേര്. ആ ശിക്ഷ കിട്ടി. ഗൃഹത്തിൽ അതിഥി വരുമ്പോൾ പൂജിക്കണം. അതിഥി ദേവോ ഭവ എന്നാണ്. അതിഥിയെ പൂജിച്ചാൽ എന്താ പ്രത്യേകത? ആ ആളുടെ സുഹൃതം മുഴുവൻ നമുക്ക് കിട്ടും. അതിഥികൾ എന്ന് പറഞ്ഞാൽ നല്ല അതിഥികള് എത്രയോ പുണ്യക്ഷേത്രങ്ങളിൽ ദർശിച്ച്, പുണ്യതീർത്ഥങ്ങൾ സഞ്ചരിച്ച്, എത്രയോ സത്സംഗം കിട്ടിയ ആളുകളാവും. അവരാണ് നമ്മുടെ സുഹൃതം കൊണ്ട് ഒരു അതിഥിയായിട്ട് എതിർച്ചയാ വന്നു ചേർന്നത്. അപ്പൊ അവരെ പൂജിച്ചു കഴിഞ്ഞാലോ അവർ ചെയ്ത പുണ്യത്തിന്റെ ഒരു ഭാഗം നമുക്കും കൂടി കിട്ടും വെറുതെ ഇരിക്കുമ്പോൾ. ഇതാണ് അതിഥി സൽക്കാരത്തിന്റെ ഒരു പ്രത്യേകത. ആ വേണ്ട പോലെ സൽക്കരിച്ചില്ലെങ്കിലോ ആ ആളുടെ പാപമൊക്കെ ഇവിടെ ഇട്ടുപോകും. നമ്മുടെ വല്ല പുണ്യം ഉണ്ടെങ്കിൽ അത് നശിക്കുകയും ചെയ്യും, അതും കൊണ്ട് പോകും. അതുകൊണ്ടാണ് അതിഥി ദേവോ ഭവ എന്ന് വേദം പറഞ്ഞത്. അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇന്ദ്രദ്യുമ്നൻ ഇരുന്ന്. അപ്പോഴാണ് ഒരു ശിക്ഷയെ കൊടുത്ത് ആനയാവട്ടെ. അങ്ങനെ ആനയായി തീർന്നതും എല്ലാം. അവ പൂർവജന്മ സ്മൃതി കൊണ്ട് ആ ഭഗവത് സ്തോത്രം പൂർവജന്മൊക്കെ ഓർമ്മ വന്ന് ജപിക്കണു. ഭഗവാൻ അവതരിച്ചു, ആ മുതലെ നിഗ്രഹിച്ചു. ഗജേന്ദ്രന് തൻ്റെ തന്നെ രൂപം കണ്ടു. പൂജനേനച്ച സാരൂപ്യെന്ന 4 തരത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹം. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. 4 തരത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം. അത് പൂജ ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്ന ഒരനുഗ്രഹമാണ് തൻ്റെ തന്നെ രൂപം കൊടുക്കുക, സാരൂപ്യം. ആ ഗജേന്ദ്രന് പോലും ഭഗവാന്റെ രൂപം കൊടുത്ത് പോയിന്ന. അപ്പൊ ഇതിന്നൊക്കെ എന്താ പഠിക്കേണ്ടത്? ഒരു ആനത്തലവൻ കുറെ ആന കൂട്ടങ്ങളോടുകൂടി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ കഥയുടെ താല്പര്യം ഒരു ഗൃഹസ്ഥന പുത്രപൗത്രന്മാരോടുകൂടി ജീവിക്കുന്നതിനാണ് പറഞ്ഞത്. വലിയ വേനൽക്കാലം വന്നു എന്ന് പറഞ്ഞ ഒരു ആപത്ത് കാലം വന്നു എന്ന് കഥ താല്പര്യം. അത് കഴിഞ്ഞപ്പോ നല്ല ജലാശയം കണ്ടു എന്ന് പറഞ്ഞാലോ ആപത്തെല്ലാം പോയി നല്ല കാലം വന്നു. അങ്ങനെ നമ്മുടെ ക്ലേശങ്ങളെല്ലാം തീർന്ന് നന്മ വരുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഇതാ ഭഗവാനാണ് നമുക്ക് സർവ്വ ഐശ്വര്യം തന്നേക്കണേ, നമ്മളെല്ലാ ദുഃഖവും തീർത്ത് ഭഗവാനാണെന്ന് ഓർമ്മ വരിക വേണ്ടത്. പക്ഷെ ആളുകൾ അതല്ല ചെയ്യാം. തന്ന ഭഗവാനെയൊക്കെ മറന്ന് എന്തോ തൻ്റെ സാമർഥ്യം കൊണ്ട് നേടിയതാന്ന് വിചാരിച്ച് അഹങ്കരിക്കും. അപ്പൊ വീണ്ടും വല്ല രോഗങ്ങളോ എന്തെങ്കിലും നമ്മളെ പിടികൂടും, പ്രാരബ്ധ കർമ്മങ്ങൾ. അതാണ് മുതലെ പിടിച്ചു എന്നൊക്കെ പറയും. വിടിയിക്കാനായിട്ട് കുറെ നോക്കി, ഗജേന്ദ്രന് പറ്റിയില്ല. അവസാനമാണ് ഇവർക്കൊന്നും തന്നെ രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഭഗവാനെ ഓർമ്മ വരുന്നു. അങ്ങനെ സ്തുതിച്ചപ്പോഴാണ് ഭഗവാൻ വന്നത്.
അപ്പൊ അനാഥനാഥനാണ് ഭഗവാൻ തന്നെയാണ് അനാഥനാഥൻ. മറ്റുള്ളവർക്ക് നമ്മളെ ആത്യന്തികമായിട്ട് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ആ തന്ന ഭഗവാനെ മറക്കരുത് എന്നുള്ള വലിയൊരു തത്വമാണ് ഗജേന്ദ്രമോക്ഷ ചരിത്രത്തെ കൂടെ പഠിപ്പിച്ചു. നിസ്സാര കാര്യമല്ല, വലിയൊരു കാര്യം. ചുറ്റും നോക്കുമ്പോൾ എത്രയോ ആളുകൾ വിഷമത്തോടു കൂടിയിരിക്കണം. അതുകൂടാതെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ ആ നിമിഷത്തിൽ ഓർക്കണം. എത്ര ആളുകൾ വിഷമിക്കണോ ഭഗവാന് വിഷമമില്ലാണ്ട് ഭഗവത് കഥകൾ കേൾക്കാനോ പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാനോ കഴിയുണ്ടല്ലോ. ഭഗവാനെ അവിടുത്തെ അനുഗ്രഹമാണ് കേട്ടോ എന്ന് പ്രത്യേക ഓർമ്മ വരണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കഥ പറയും. അപ്പൊ കഥ വലിയ വലിയ സന്ദേശങ്ങളാണ് നമുക്ക്. തൽ കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദത്തിന്റെ താല്പര്യമാണ്, കർത്തവ്യമാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ ബോധിപ്പിക്കുന്നത് എന്ന് ഭാഗവത്തിന്റെ. തൽ കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് പിന്നത്തെ മന്വന്തരം, രൈവത മന്വന്തരം വർണ്ണിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാൻ അവതരിച്ചു. വൈകുണ്ഠനായിട്ട് അവതരിച്ച് വൈകുണ്ഠം നിർമ്മിച്ചതൊക്കെ ആ സമയത്ത് വളരെ കുറച്ച് ശ്ലോകം കൊണ്ടാ പറഞ്ഞു. പിന്നത്തെ ആറാമത്തെ മന്വന്തരം ചാക്ഷുഷ മന്വന്തരം വർണ്ണിച്ചു. ആ മന്വന്തരത്തിലെ ഒരവതാരം ആയിട്ട് പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങളും ഉണ്ട്, കുറേ അവതാരങ്ങൾ. ആദ്യമായിട്ട് ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ച് പാൽക്കടൽ കടഞ്ഞ് അമൃതെടുത്ത് ദേവന്മാർക്ക് കൊടുത്തു. കടയണ സമയത്ത് മന്ദരപർവ്വതം താണുപോയപ്പോൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കൂർമ്മരൂപം സ്വീകരിച്ചു. അമൃതെല്ലാം കൊണ്ടുവന്നപ്പോ അത് അസുരന്മാര് കൊണ്ടുപോയപ്പോ തിരിച്ചെടുക്കാനായിട്ട് മോഹിനി രൂപം സ്വീകരിച്ചു. അമൃത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ആയുർവേദ ആചാര്യനായിട്ട് ധന്വന്തരി മൂർത്തിയായിട്ട് വന്നു. ഇങ്ങനെ പല അവതാരങ്ങളും ഉള്ളതാണ്. ഒരു അത്യത്ഭുത ചരിത്രമാണ് പരീക്ഷിത്തെ കൂർമാവതാരം എന്ന് പറഞ്ഞ അടുത്ത ചരിത്രം പറയാൻ തുടങ്ങുമ്പോഴാണ് അങ്ങെന്താ ഇത്ര അനവധി അവതാരങ്ങളുള്ള ഈ വിശേഷമായിട്ടുള്ള ചരിത്രം എന്താ അങ്ങ് ചുരുക്കി പറയണത്, വിസ്തരിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോ 8 അധ്യായങ്ങളിൽ പിന്നെ അത് വർണ്ണിച്ചു. അതാണ് 5 മുതൽ 12 കഴിയുന്നവരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിച്ച 8 അധ്യായങ്ങളില് കൂർമ്മപുരാണത്തിന്റെ സാര 17,000 ശ്ലോകമുള്ള ഒരു പുരാണമാണ് കൗർമ്മം സപ്തദശാഖ്യാതം. അതിനെയാണ് 8 അധ്യായങ്ങളിൽ ചുരുക്കി. അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ചുരുക്കി ചുരുക്കി വർണ്ണിക്കും. 17,000 ശ്ലോകം വായിക്കേണ്ട വിഷമമില്ലല്ലോ ഇവിടെ 8 അധ്യായം വായിക്കാൻ. ഇങ്ങനെയാണ് എല്ലാ പുരാണങ്ങളുടെ സാരം ഭാഗവത്തിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഭാഗവത ശ്രവണത്തിന്റെ ഒരു മഹത്വം. അങ്ങനെ അത് വർണ്ണിച്ചു. ദേവന്മാർക്ക് സർവ ഐശ്വര്യങ്ങളും ഉണ്ടായി. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോ സ്വർഗത്തിലിരിക്കുമ്പോൾ അവർ ചിന്തിക്കുക, നമുക്കിനി ആരെ പൂജിക്കണം? നമ്മൾ യജ്ഞങ്ങൾ ചെയ്തിട്ട് അവിടെ എത്തിയേക്കണേ. 100 യാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കണം. എത്ര യാഗം ചെയ്തോ അതിന്റെ ഫലം നമ്മളിരുത്തി കിട്ടിയത്. പക്ഷെ യജ്ഞത്തിന്റെ ഫലം തരുന്ന ആള് ഭഗവാനാന്നുള്ള കാര്യം മറന്നവരും തങ്ങളുടെ സാമർഥ്യം കൊണ്ട് ഇവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചു. ഈ അഹങ്കാരം എപ്പോഴും നാശത്തിന് കാരണമാവും. ഇന്ദ്രൻ ഐരാവത ആരൂഢനായിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് ആ വഴിക്ക് ദുർവാസാവ് മഹർഷി വരുന്നു. അദ്ദേഹത്തിന് ദേവസ്ത്രീകൾ കൊടുത്തിട്ടുള്ള ഒരു മാല്യം, അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഇന്ദ്രനെ കാണുന്നു. ഇന്ദ്രൻ അത് സമർപ്പിച്ചു. ഈ മഹാത്മാവ് തന്ന പ്രസാദമല്ല ഈ മാല്യം, വേണമെങ്കിൽ ശിരസിൽ അണിയാം അല്ലെങ്കിൽ കഴുത്തിൽ അണിയാം. അതൊന്നും ചെയ്യാൻ തോന്നിയില്ല. ആനയുടെ മസ്തകത്തിൽ വെച്ചു. സുഗന്ധം കാരണം വണ്ടുകൾ വന്ന് ശബ്ദമുണ്ടാക്കി. ആന തടസ്സമായപ്പോൾ തലയൊന്ന് കുണുക്കി താഴെ വീഴുന്നു മാല. ഉടനെ അത് ചവിട്ടി അരച്ചു. ദുർവാസാവുമാർക്ക് വലിയ വിഷമായി. ആർക്കാണെങ്കിലും വിഷമം വരും. നമ്മളൊരാൾക്കൊരു സമ്മാനം കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കൊടുക്കുന്നവർക്ക്. അത് നിസ്സാരമായിട്ട് കരുതി അതിനെ കളഞ്ഞാലോ ആർക്കാണെങ്കിലും വിഷമം വരും.
ഋഷിക്ക് വലിയ വിഷമായി. ഋഷി പറഞ്ഞു, ഞാൻ തന്ന മാല്യം നിനക്ക് ഇത്ര വിലയുള്ളല്ലേ, ഭൂമിയിലെടുത്ത് ഇട്ട ആനെ കൊണ്ട് ചവിട്ടി അരപ്പിച്ചില്ലേ, നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാതാവട്ടെ എന്നും പറഞ്ഞ് ഒരു ശിക്ഷ കൊടുത്തു. പ്രധാനമായിട്ടുള്ള ശിക്ഷ ജരാനര ബാധിക്കട്ടെ എന്നാ. ആർക്കും ഇഷ്ടമല്ലാത്തതാണല്ലോ ജരാനരകളെ, വാർദ്ധക്യം. ഇഷ്ടമായിട്ടുള്ള ആരുമില്ല. അത് വന്നു. മാത്രമല്ല അവർക്ക് എന്തെല്ലാം കൽപ്പവൃക്ഷം, കാമധേനു, ഉച്ചൈശ്രവസ് എല്ലാം പോയി കഴിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരും കൂടി ചെന്ന് ഭഗവാനെ വിളിച്ചു കരഞ്ഞു. ഭഗവാൻ പറഞ്ഞു, പ്രതിവിധിയുണ്ട്, പാൽക്കടൽ കടഞ്ഞോളൂ, കടയാനായിട്ട് മന്ദരപർവ്വതം കൊണ്ടുവരണം, കയറായിട്ട് വാസുകി എന്നുള്ള സർപ്പരാജാവ് കടയാൻ തുടങ്ങിക്കോളൂ. കടയണ സമയത്ത് നിങ്ങൾ ലക്ഷ്യം മറക്കരുത്, അമൃത് കിട്ടലാണ് നിങ്ങളുടെ ലക്ഷ്യം, മറക്കരുതെന്ന്. ചിലപ്പോൾ നല്ല തടസ്സങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങളെ മോഹിപ്പിക്കുന്ന വല്ലതൊക്കെ കാണാം, അതിലൊന്നും മനസ്സ് പോരുത്, അമൃത് കിട്ടലാണ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിന് താല്പര്യം? വേദാർത്ഥമാണെന്ന് പറഞ്ഞില്ലേ? പ്രേത്യ അസ്മല്ലോകാത് അമൃതാ ഭവന്തി എന്ന് വേദത്തില്. അമൃത് കിട്ടാന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടാന്നാണ് അതിന്റെ താല്പര്യം. അപ്പൊ മാത്രമേ എല്ലാ ക്ലേശവും തീരുള്ളൂ, മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഇതാ പറഞ്ഞിട്ടുണ്ട്. പാൽക്കടൽ കടയാന്നൊക്കെ പറഞ്ഞാലോ, നല്ല സാത്വികമായിട്ട് ഭഗവാനെ ഉപാസിക്കാന്നർത്ഥം. അല്ലാണ്ട് എവിടെ പാൽക്കടല്? സാത്വിക ഭാവത്തില്. എന്താ സാത്വിക ഭാവം? സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അവനവനും നന്മ വരണം, മറ്റുള്ളവർക്കും നന്മ വരണം. ഇതാണ് സാത്വിക ഭാവം. താമസമാവുമ്പോ അന്യന് ദോഷം, രാജസമാവുമ്പോ അവനവന്റെ മാത്രം സുഖം, സാത്വികമാവുമ്പോ എല്ലാവർക്കും നന്മ. അങ്ങനെ ഉപാസിച്ചാൽ മാത്രമേ നമുക്ക് നന്മ കിട്ടുള്ളൂ. ഇതൊക്കെ കഥയുടെ താല്പര്യം. അപ്പൊ അവര് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് എനിക്ക് നടക്കാൻ പോലും വയ്യ, വാർദ്ധക്യം വന്നിട്ട്. അസുരന്മാരെ കൂട്ടുപിടിക്കാൻ പറഞ്ഞു ഭഗവാൻ. അവർക്ക് ബലമുണ്ട്, അവരെ കൂട്ടുപിടിക്കും. അപ്പൊ വലിയ നിലയ്ക്കിരുന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലാൻ ഒരു വിഷമം ഉണ്ടാവും. ഇവര് പറഞ്ഞു, ഭഗവാനെ അസുരന്മാരോട് കൂട്ടുകൂടരുന്നല്ലേ അവിടുന്ന് പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞു, അതൊക്കെ ശരിയാ, കാര്യം സാധിക്കാൻ അത് വേണ്ടി വരും. അഹിമൂഷകവത്, വലയിൽ പെട്ടുകഴിഞ്ഞപ്പോ ഒരു സർപ്പത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ എലിയെ കൂട്ടുപിടിക്കേണ്ടി വന്നു. സാധാരണ വിശപ്പ് തീർക്കാനാണ് എലിയെ കൂട്ടുപിടിക്കണേ. ഇതല്ല, വല കടിച്ചു മുറിക്കാൻ. വലയിൽ പെട്ടു, വളരെ കരുതലോടുകൂടിയാണ് സർപ്പം നടക്കാന്നുണ്ടെങ്കിലും അതിനൊരാപത്ത് വന്നു. ഒരു വലയിൽ ചെന്ന് വലിയ വിഷശക്തിയൊക്കെ ഉണ്ടെങ്കിലും, സർപ്പത്തിനും പല്ലുകളൊക്കെ ഉണ്ടെങ്കിലും വല കടിച്ചു മുറിക്കാൻ അതിന് കഴിവില്ല, എലി വേണ്ടി വന്നു. അതാ ഭഗവാൻ പറഞ്ഞു കൊടുത്തേ, അഹിമൂഷകവത് ദേവാഹ, അഹിമൂഷക ന്യായം വേണ്ടി വരുന്നു. ശരി, എന്താ ഭഗവാൻ പറഞ്ഞതിന്റെ താല്പര്യം? ആരെ നമ്മള് നിസ്സാരന്മാരായിട്ട് കരുതരുത്. ആരുടെ സഹായവും ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. എന്തെല്ലാം സൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. ഒന്നുമില്ലാത്തവർക്കെല്ലാം ലഭിക്കാനും ഒരു നിമിഷം മതി. അതുകൊണ്ട് ആരും ഒന്നിലും അഹങ്കരിക്കരുത്. ആരുടെ സഹായവും നമുക്ക് വേണ്ടി വരുന്നുള്ള എന്നെന്നും ലോകം അറിഞ്ഞിരിക്കേണ്ട തത്വം. അതാ ഭഗവാൻ പറഞ്ഞത്, അസുരന്മാരെ കൂട്ടുപിടിക്കും. അങ്ങനെ അവിടെ ചെന്നു പറഞ്ഞു അസുരന്മാരെടുക്കെ, ഓ ശരി, ഞങ്ങൾ വരാമെന്നു. അപ്പൊ ഇങ്ങനെ സഹായിക്കാതിരിക്കുന്നവരാണ് അവര് എന്നാണെങ്കിൽ അവര് പുറമേ പറഞ്ഞു എന്നുള്ളൂ, ഉള്ളില് അവര് വഞ്ചിക്കാനാണ് വിചാരം. നമുക്ക് പോയി സഹായിക്കാന്ന് വിചാരിച്ച് പോയിട്ട് അമൃത് കിട്ടുമ്പോ നമുക്കത് തട്ടിക്കൊണ്ടുവരണം. ഒരു തുള്ളി പോലും ദേവന്മാർക്ക് കൊടുക്കരുതെന്ന. ദുഷ്ടന്മാരങ്ങനെയാ, ഉള്ളിലൊന്ന് ചിന്തിക്കും, പുറമെ വേറൊന്ന് പറയും. മഹാത്മാക്കളെ എന്തൊന്ന് ചിന്തിക്കണോ അത് പറയണോ, അത് പ്രവർത്തിക്കണോ. ദുഷ്ടന്മാരെ ഒന്ന് ചിന്തിക്കണോ, മറ്റൊന്ന് പറയണോ, വേറൊന്ന് പ്രവർത്തിക്കണോ.
ഇതാണ് ദുഷ്ടന്മാരും സജ്ജനങ്ങളും തമ്മിലുള്ള ഭേദം. ശരി, ഞങ്ങൾ വരാന്നൊക്കെ പറഞ്ഞു. അവർ ചെന്നു. അവർക്കൊന്നും പറ്റുന്നില്ല. മന്ദരം പർവ്വതം കൊണ്ടുവരണം. ഭഗവാൻ തന്നെ വേണ്ടി വന്നു. ഗരുഡാരൂഢനായിട്ട് ചെന്ന് പർവ്വതമൊക്കെ കൊണ്ട് വന്നു. കൊണ്ടുവച്ച് കടയാനായിട്ട് ആരംഭിക്കുക. അപ്പോഴാണ് ഇത്രയും ഭാരമുള്ള പർവ്വതം സമുദ്രത്തിൽ വെച്ചപ്പോൾ താണു പോകാൻ തുടങ്ങി. ഭഗവാനേന്ന് വിളിച്ച എല്ലാവരും ഉറക്കെ കരഞ്ഞപ്പോഴാണ് ഭഗവാൻ വലിയ ഒരു ദ്വീപ് തന്നെ, ഒരു ജലാശയത്തിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് ഒരു ദ്വീപ് ഉയർന്നു വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ വലിയ രൂപത്തിൽ ഭഗവാൻ കൂർമ്മരൂപിയായിട്ട് അവതരിച്ചു. ആ മന്ദരപർവ്വതം പിന്നേം അവർ കടയാനൊക്കെ തുടങ്ങി. അവർക്ക് കടയാൻ പറ്റുന്നില്ല. ഭഗവാനാണ് വലിയ രൂപം സ്വീകരിച്ചുകൊണ്ട് നിന്ന് മേഘശ്യാമ കനകപരിധി കർണവിദ്യോതവിദ്യുൻ അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ നിന്ന് വലിയ ആയിരക്കണക്കിന് കൈകളോടും ഒക്കെ മറ്റൊരു പർവ്വതമാണെന്ന് തോന്നും. ഭഗവാൻ നിന്ന് വലിച്ചു കടഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് ആദ്യമായിട്ട് ഇവരെ പരീക്ഷിക്കാനായിട്ട് കാളകൂടവിഷം വരുന്നു. ഭയങ്കരമായിട്ട് ഒരു നിമിഷ നേരം കൊണ്ട് ഈ ലോകം മുഴുവൻ ദഹിപ്പിക്കും. അത്രയും ശക്തിയുള്ള ആ കാളകൂടവിഷം വരും. എല്ലാവരും ഭഗവാനെ വിളിച്ച് കരഞ്ഞു. പരമശിവനെ വിളിച്ച് എല്ലാവരും കരയണു. പരമശിവനെ വിളിച്ച് ഉറക്കെ കരഞ്ഞു. ആ സമയത്താണ് വിളിച്ച് കരയണ സമയത്ത് ഭഗവാനെ വിളിച്ച് ഉറക്കെ കരയണു. ആ സമയത്ത് കേട്ടപ്പോ പാർവതി ദേവിയോട് പറയാ ഭഗവാൻ, കണ്ടില്ലേ, വേറെ ആരും രക്ഷയ്ക്കില്ല, അതുകൊണ്ട് നമ്മളെ വിളിച്ചല്ലേ കരയണത്. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈശ്വരനാ പ്രഭു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് പാനം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പാനം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ദേവി അന്നമോദത പ്രഭാവജ്ഞ അന്നമോദത. ഭഗവാന്റെ പ്രഭാവം നല്ലോണം അറിയാം, അതുകൊണ്ട് അനുമോദിച്ചു. നല്ല കാര്യം, ആളുകളെ രക്ഷിക്കാനല്ലേ, നന്നായെന്നും പറഞ്ഞ് അതിനെ അനുമോദിച്ചു എന്നാ ദേവി. ഭഗവാൻ അത് പാനം ചെയ്തു. പാനം ചെയ്തപ്പോൾ അതിൻ്റെ ശക്തി ഭഗവാന്റെ കണ്ഠത്തിൽ പോലും കാണിച്ചു. അന്നാണ് ഭഗവാൻ നീലകണ്ഠനായിട്ട് തീർന്നെന്ന. അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഭഗവാൻ അത് പാനം ചെയ്യുമ്പോൾ 1-2 തുള്ളി താഴെ വീണു. അതിൽ നിന്നാണ് വൃശ്ചിഹാഹി വിഷൗഷധ്യഃ ദന്തശൂകാശ്ചയേ പരേ. തേളുകൾക്ക്, സർപ്പങ്ങൾക്ക്, വിഷച്ചെടികൾക്കൊക്കെ വിഷം കിട്ടിയത് അങ്ങനെയാണെന്നാണ്. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? സർവ്വതും ഭഗവാന്റെ സങ്കല്പം പോലെയാണെന്ന. അമൃത് വിഷമാവണതും വിഷം അമൃതാവണതും അവിടെ അനുസ്മരിക്കുന്നു. വിഷം എന്നൊരു പദാർത്ഥം വാസ്തവത്തിൽ ഇല്ല എന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാ. നല്ല ശക്തിയേറിയ ഒരു ഔഷധം, വളരെ ശക്തിയേറിയ ഒരു ഔഷധം രോഗമില്ലാത്ത ആൾ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വിഷം കഴിക്കുന്ന പോലെ തന്നെ മരണം സംഭവിക്കും. പറയുമ്പോൾ വലിയ വിലപിടിപ്പുള്ള ഔഷധം പറഞ്ഞിട്ട് കാര്യമില്ല. രോഗിക്ക് അത് ഔഷധം, രോഗമില്ലാത്തവർക്ക് അത് വിഷം. അതുകൊണ്ട് വിഷമപ്യമൃതം ക്വചിത് ഭവേത് അമൃതം വാ വിഷം ഈശ്വരേച്ഛയാ. ഭഗവാൻ പറഞ്ഞ പോലെ ശാസ്ത്രങ്ങള്, വേദങ്ങള്, ശാസ്ത്രങ്ങള് ഉപദേശിച്ച പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം നന്മയും വരും. അതല്ല, അതിന് വിരോധമായിട്ട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സർവനാശത്തിനും കാരണമാവും. ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. ഇങ്ങനെ അത് കഴിഞ്ഞ് ഭഗവാൻ മറ്റൊരു രൂപത്തിൽ അവതരിച്ചു.
ആയുർവേദത്തിക്ക് ഇവരീ കടയണതൊക്കെ അമൃത് കിട്ടണം. അതാണല്ലോ ഇവരുടെ ശാപം ദോഷങ്ങളൊക്കെ തീരാനായിട്ട് ഭഗവാൻ കൽപ്പിച്ചേക്കുന്നത്. ഭഗവാൻ തന്നെ തരുണാംബുദ സുന്ദരസ്തദാനി അതിസുന്ദരമായിട്ടുള്ള രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. ആയുർവേദ ആചാര്യനായിട്ട് ധന്വന്തരി മൂർത്തി. ദേവന്മാർക്ക് വലിയ സന്തോഷമായി. ഇതാ അമൃത് കൊണ്ടുവരണു ഭഗവാൻ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണ അമൃത രോഗാൻ മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണ അമൃത രോഗാൻ മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ എന്ന് പ്രാർത്ഥിച്ചു. ആ അമൃത് ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുമ്പോഴേക്കും ഇത് മാത്രം കാത്തോണ്ടിരുന്ന അസുരന്മാരെ അത് അപഹരിച്ചു കൊണ്ടുപോയി. എല്ലാവരും കൂട്ടക്കരച്ചിലായി. ഭഗവാനെ ഇതിങ്ങനെ പ്രതീക്ഷിച്ച് ഇത്രയൊക്കെ പണിയെടുത്തിട്ടും എല്ലാം നഷ്ടപ്പെട്ടുല്ലോ, അനാഥരായില്ലോ ഞങ്ങള്. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, എൻ്റെ മായ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാമെന്നു. അങ്ങനെയാണ് ഭഗവാൻ ത്രൈലോക്യമോഹനമായിട്ടുള്ള മോഹിനി രൂപം സ്വീകരിച്ചു എന്നാണ്. അതും കൊണ്ട് ആ രൂപം എടുത്തുകൊണ്ട് ഭഗവാൻ വേഗം ചെല്ലുന്നത് അസുരന്മാരുടെ അടുക്കലേക്കാണ്. അവരിത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി പോലും ആർക്കും അത് കഴിക്കാൻ കഴിഞ്ഞില്ല. അഹംപൂർവം നത്വം എന്നാ പറയണേ. ഞാനാണ് ആദ്യം കഴിക്കാൻ. അവർക്ക് വിശ്വാസമില്ലാണ്ടായി. ഇയാൾ മുഴുവൻ കഴിച്ചാലോ, ചെറിയൊരു പാത്രമല്ലേ, ഒരസുരൻ അത് മുഴുവൻ കഴിച്ചാലോ ബാക്കിയുള്ളവർക്ക് കിട്ടില്ല. അതുകൊണ്ട് വിശ്വാസമില്ല. ഒരാൾ കഴിക്കാൻ നോക്കുമ്പോഴേക്കും മറ്റുള്ളവർ അത് തട്ടി മേടിക്കും, അത് തട്ടിപ്പറിക്കും വേറെ ആള്, അപ്പോഴേക്കും വേറെ ആള് വന്നു. ചുരുക്കം പറഞ്ഞാൽ വലിയ വഴക്ക്. ഉദ്യൽസ്വയൂഥ്യ കലഹാദിതിജാ ബഭൂവോ. വലിയ വഴക്കായി അവരുന്നു. അപ്പോഴാണ് ഭഗവാൻ ചെല്ലണത്. ഭഗവാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കോ മറ്റ് വഴക്കൊക്കെ പോയി. ഭഗവാന്റെ ആ സുന്ദര മോഹിനി രൂപം കണ്ട് മോഹിച്ച് എല്ലാവരും കൂടി പറയണോ, ഞങ്ങളുടെ കയ്യിൽ വിശേഷമായിട്ടുള്ള ഒരു പദാർത്ഥമുണ്ട്, ഇതൊന്ന് ഞങ്ങൾക്ക് വിഭജിച്ചു തരുമോ എന്ന് ചോദിച്ചു. കാത്വം മൃഗാക്ഷി വിഭജസ്വസുധാമിമാം ഇത്യാരൂഢരാഗവിവശാൻ അഭിയാചതോ മുൻ. ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വിഭജിച്ചു തരണം. വിഭജസ്വ യഥാന്യായം. ഇത് കേട്ടപ്പോ ഇനി വല്ലവരും പറഞ്ഞാലോ, ആരാ എന്താന്നറിയാണ്ട് വന്നേക്കണ ആളാ, പെട്ടെന്ന് കാണാതായാലോ എന്ന് ആരെങ്കിലും പറഞ്ഞോന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ചോദിക്കാം, എങ്ങനെയാ നിങ്ങള് വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഹ ഇത്യാലപന്നപി സുവിശ്വസിതാനദാനീ എന്ന് നാരായണീയത്തിൽ ആ ഭാഗം സംഗ്രഹിക്കണം. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണല്ലേ, നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കണേ? എന്നെ വിശ്വാസമില്ലാണ്ട് വിശ്വസിക്കാൻ കൊള്ളരുതാത്ത ഒരാളുടെ അടുക്കേ ആ ആളെ കാണുമ്പോൾ ഇത് ഇത്ര വിശേഷമായ പദാർത്ഥമൊക്കെ തന്നാലോ, അപ്പൊ അവർക്ക് കൂടുതൽ വിശ്വാസമായിരുന്നു. സാധാരണ വിശ്വസിപ്പിക്കാൻ പോണ ആളെന്താ പറയാറ്, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അവിടെ ചോദിക്കൂ ഇവിടെ ചോദിക്കൂ എന്നൊക്കെ പറയും. അത്രയൊന്നും വിഷമം വേണ്ടി വന്നില്ല ഭഗവാൻ. വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞപ്പോ സുവിശ്വസിതന്മാരായിട്ട് തീർന്നു അസുരന്മാർ. എന്നാ ശരി, ദുശ്ചേഷ്ടിതം മമ സഹധ്വം. എന്റെ പ്രവൃത്തി ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ ഇഷ്ടാവില്ല, എന്നാലും നിങ്ങൾ സഹിക്കണം, ഞാൻ മതിയോ വളർത്തിത്തരാൻ ചോദിച്ചു. മോഹിനിയുടെ വാക്കിലും രൂപത്തിലൊക്കെ മോഹിച്ച കാരണം എല്ലാം ഞങ്ങൾക്ക് സമ്മതം, അവിടുന്ന് എന്ത് ചെയ്താലും. എന്നാ ശരി ഇരിക്കാൻ രണ്ട് വരിയായിട്ട് ഇരുത്തുന്നു. ദേവന്മാർക്ക് മാത്രം കൊടുക്കുന്നു. അസുരന്മാർ വിചാരിച്ചു അവർക്കൊക്കെ ഒരല്പം കൊടുത്ത് ബാക്കിയൊക്കെ നമുക്ക് തരൂലോന്ന് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും
കൊടുക്കേണ്ട ആൾക്ക് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. സ്വം രൂപഞ്ജഗൃഹേ, പെട്ടെന്ന് ഭഗവാന്റെ രൂപമായിട്ട് തീർന്നു. അപ്പൊ അവിടെ ചോദിക്കുക, എന്താ ഇങ്ങനെ ഭഗവാൻ ഒരു പക്ഷപാതം കാണിച്ചത്? ഇവരും എല്ലാവരും കൂടി ഇരുന്നിട്ട് വിളിച്ചിരുത്തിയിട്ട് ഈ ദേവന്മാർക്ക് മാത്രം എന്താ കൊടുത്തേ, പക്ഷപാതം കാണിച്ചു എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ശുഭബ്രഹ്മർഷി പറയാ, പക്ഷപാതം കാണിച്ചില്ല, അർഹതയുള്ളവർക്ക് കൊടുത്തു. ദേവന്മാരാണ് ഈ ഭഗവാനെ മാത്രം സ്മരിച്ച് അവരാ വിഷമങ്ങൾ തീരാനായിട്ട് അങ്ങനെ സങ്കല്പിച്ചിരിക്കുകയാണ്. അസുരന്മാരെന്താ ചെയ്തത്? ഇവർക്ക് കൊടുക്കരുത്, മുഴുവൻ നമുക്ക് വേണം, വഞ്ചിക്കാനാ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവർക്ക് കിട്ടാതിരുന്നത് എന്ന്. ഒരു ഗൃഹത്തിലെ ഔഷധം കൊണ്ടുവന്നാൽ എല്ലാവരും ഔഷധം എടുത്ത് സേവിക്കാറില്ല. രോഗിക്ക് മാത്രമേ ഔഷധം വേണ്ടൂ, രോഗമില്ലാത്തവർക്ക് ഔഷധം വേണ്ട. ഇവിടെ വാർദ്ധക്യമാകുന്ന രോഗം ദേവന്മാർക്കാണ്, അപ്പൊ അവർക്ക് മാത്രമേ കഴിക്കണ്ടൂ. അതുകൊണ്ടാണ്. മാത്രമല്ല അസുരന്മാരുടെ വിചാരം എന്തായിരുന്നു? ഈ അമൃത് കഴിച്ച് ശക്തന്മാരായാൽ പിന്നെ നമുക്ക് മരണം സംഭവിക്കില്ല, ആരെയും പേടിക്കേണ്ടതില്ല, നമുക്ക് ആ ദേവന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാം എന്നൊക്കെ വിചാരം. അതുകൊണ്ടാണ് അവർക്ക് കിട്ടാതിരുന്നത്. മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ടുള്ള എന്ത് കാര്യം ചോദിച്ചാലും നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്കത് കിട്ടില്ല. മറ്റുള്ളവരെ വിഷമിപ്പിക്കാനുള്ള ദ്രോഹം ചെയ്യുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള വലിയ കാര്യം പഠിപ്പിക്കാനാണ്. അസുരന്മാരിത് കൊണ്ടുപോയി ഒരു തുള്ളി പോലും അവർക്ക് കുടിക്കാൻ കിട്ടിയില്ല, അമൃത് കഴിക്കാൻ അവർക്ക് കിട്ടിയില്ല. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? നമുക്ക് അർഹതയില്ലാത്തത് മറ്റുള്ളവരെ വഞ്ചിച്ച് നമ്മുടേതാക്കാൻ നോക്കിയാൽ ഉള്ളതും കൂടി ഇല്ലാതാവും, ഒന്നും നമുക്ക് കിട്ടില്ല. അർഹതയുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. മറ്റുള്ളവരെ വഞ്ചിച്ച് അവരെയൊക്കെ നമ്മുടേതാക്കി അതുകൊണ്ട് സുഖാനുഭവിക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അന്യധനത്തില് ആഗ്രഹം വരരുത് എന്നുള്ള വലിയൊരു തത്വം പഠിപ്പിക്കുകയാണ് ഈ കഥയിൽ കൂടെ. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. അപ്പൊ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെത്താൻ ഒരു വിവേകം ഉണ്ടാവും. എന്തൊരു സന്ദർഭം വന്നാലും ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തിരിച്ചറിയാൻ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. അതാണ് പറഞ്ഞത്, സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ. ഭഗവത് കഥകള് നിരന്തരം ശ്രവണം ചെയ്യണം. ആ കഥയിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായിട്ടുള്ള കർത്തവ്യം മനസ്സിലാക്കും. അതാണല്ലോ യത് ശ്രോതവ്യം അഥോ ജപ്യം യൽ കർത്തവ്യം നിർഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ. എന്താ മനുഷ്യൻ ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുതാത്ത, ഈ ഒരു വിവേകം പ്രധാനമായിട്ട് മനുഷ്യന് ഉണ്ടാവണം. ഇതാണ് വേണ്ടത്. അത് കഥകളിൽ കൂടെ ഏത് കഥ എടുത്താലും ഇതുപോലെ ഓരോരോ സന്ദേശങ്ങൾ നമുക്ക് തരുന്നതാവും. അങ്ങനെയുള്ള പോരാത്തതിന് വിശേഷിച്ച് ഭാഗവതം ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമഃ. ധർമ്മം എന്ന് പറഞ്ഞാൽ കർത്തവ്യം എന്ന് ആദ്യം പറഞ്ഞതാണല്ലോ. എന്താണ് മനുഷ്യന്റെ ശരിയായിട്ടുള്ള കർത്തവ്യം? അതാണ് ഭാഗവതം പറഞ്ഞത്. അതിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറ്റുന്ന പോലെ കുറച്ച് ജീവിതത്തിൽ പകർത്തിയാലോ. താപത്രയോന്മൂലനം. എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ മൂന്നെണ്ണത്തിൽ പെടുത്തിയിട്ടുണ്ട്. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. ഇതെല്ലാം തന്നെ ഒരിക്കലും വരാത്ത രീതിയിൽ ഇല്ലാതായിത്തീരും. അതാണ് ഭാഗവത ധർമ്മത്തിന്റെ ഭാഗവതത്തിൽ ഉപദേശിച്ചു തന്ന ധർമ്മങ്ങളുടെ പ്രത്യേകത. അങ്ങനെയുള്ള ആ വിശേഷമായിട്ടുള്ള കഥാശാസ്ത്ര ചർച്ചയാകുന്നല്ലോ. ഏത് ഭാഗം കേട്ടാലും ഏത് പ്രകരണം എടുത്താലും ഓരോന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ തവണ വായിക്കും തോറും നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഗ്രഹിക്കാൻ പറ്റും.
ഒറ്റ പ്രാവശ്യം വായന കൊണ്ടോ ശ്രവണം കൊണ്ടോ പറ്റില്ല. കാരണം ഒരു ശാസ്ത്രമല്ലേ. ശാസ്ത്രമാവുമ്പോൾ നിരന്തര വിചാരം ചെയ്യുമ്പോഴാണ് ശാസ്ത്രത്തിന്റെ സന്ദേശം, ഉപദേശം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുക. ശ്രവണം, മനനം, നിധിധ്യാസനം. ആദ്യം ഗുരുമുഖത്തുനിന്ന് അത് കേൾക്കുക, കേട്ടതിനെ പറിച്ച് അതിന് ചിന്തിക്കുക, അങ്ങനെ ഉള്ളിൽ ഉറപ്പിക്കുക. അതാണ് ഈ പുരാണങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്, വേദസാരം. അങ്ങനെ അവരുടെ ആഗ്രഹമെല്ലാം സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളു. ലക്ഷ്മി ദേവിയൊക്കെ ആ സമയത്ത് ആവിർഭവിക്കണം. എല്ലാവർക്കും ദേവിയെ കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ആഗ്രഹം. ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ മോഹിപ്പിക്കുന്നത് പലതും കാണും, അതിൽ ആഗ്രഹം വയ്ക്കരുത്. നിങ്ങൾക്ക് അമൃത് കിട്ടലാണ് നിങ്ങളുടെ ലക്ഷ്യം, മറക്കരുതെന്നും. പക്ഷെ ഭഗവാൻ പറഞ്ഞു കൊടുത്തൊക്കെ മറന്നു. ലക്ഷ്മി ദേവിയെ കിട്ടണമെന്ന ആഗ്രഹം. ഭഗവാൻ ഒരു ദിക്കിലിങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തിരിക്കുകയാണ്. ലക്ഷ്മി ദേവി നോക്കുമ്പോൾ എല്ലാവർക്കും ഓരോരോ ദോഷങ്ങൾ. സാക്ഷാ ഭഗവാനിൽ ചെന്ന് ചേർന്നു. ഭഗവാന്റെ അടുക്ക ചെന്ന് തന്നെ പതിയുടെ കണ്ഠത്തിൽ ആ വരണമാല്യം സമർപ്പിച്ചു എന്ന് ദേവിയോട് പറഞ്ഞു. ദേവിക്ക് പ്രത്യേകം സ്ഥാനം കൊടുത്തു, തന്നെ മാറിയിരിക്കാനായിട്ട്. എന്താ ഒരു കുറത്തെ പറഞ്ഞ് ഏൽപ്പിച്ച ചുമതല? തന്നെ ഭജിക്കാൻ ആര് വന്നാലും അവർക്ക് സർവ്വ ഐശ്വര്യം കൊടുക്കണമെന്നാണ്. ഭഗവാനെ ഭജിക്കുന്നവർക്ക് എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കാൻ ഏൽപ്പിച്ചേക്കുന്നത് ലക്ഷ്മി ദേവിയെ ഏൽപ്പിച്ചേക്കുന്നത്. സർവ്വ ഐശ്വര്യങ്ങൾ, ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് മോക്ഷമാണെങ്കിൽ സാക്ഷാ ഭഗവാൻ തന്നെ കൊടുക്കുന്നു. അപ്പൊ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ലക്ഷ്മി ദേവിയെ ഏൽപ്പിച്ചിരിക്കുക. ആളുകൾ ആരെയാ ഭജിക്കണത്? ഭഗവാനെ ഭജിക്കുന്ന ആളുകൾക്ക്, ഭഗവാനെ ഭജിക്കാൻ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ ദേവിയെ ഏൽപ്പിച്ചേക്കണേ. അപ്പൊ ആൾക്കാരെന്ത് ചെയ്യും? ഭഗവാനെ വേണ്ട ആർക്കും, ലക്ഷ്മി ദേവിയെ മാത്രമേ വേണ്ടുള്ളൂ, ഐശ്വര്യങ്ങൾ മാത്രമേ വേണ്ടൂ. ഇതെല്ലാം കാരണമായിട്ട് സാക്ഷാ ഭഗവാനെ ഓർക്കണില്ല. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയാലും ലക്ഷ്മി സഹിതനായി, ലക്ഷ്മി ദേവി തന്നെ എങ്ങും പോവില്ല. പതിവ്രത തന്റെ പതിയെ വിട്ട് ഇഷ്ടം പോലെ പോകില്ല. പതി പോണ ദിക്കിലേക്കൊക്കെ പ്രത്യേകം പറയണ്ട, പതിവ്രത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ ലക്ഷ്മി സഹിതനായിട്ട് വന്നാണ് സർവ ഐശ്വര്യങ്ങളും തരാ എന്ന് താല്പര്യം. അതുകൊണ്ട് അകാമഃ സർവകാമോ വാ മോക്ഷകാമോ ഉദാരധീഹി. ഒന്നിലും ആഗ്രഹമില്ലെങ്കിലും എന്താഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാനെ ഭജിച്ചാൽ മതി. സകാമന്മാർക്കും നിഷ്കാമന്മാർക്കും സർവ അനുഗ്രഹം ഭഗവാൻ നൽകി അനുഗ്രഹിക്കും. ഈ വലിയൊരു അത്ഭുത ചരിത്രം പഠിപ്പിക്കുകയാണ് അതിൽ കൂടെ. എന്നിട്ട് ഫലശ്രുതിയൊക്കെ ആയിട്ട് പറഞ്ഞു, ആരാണോ ഈ അത്ഭുത ചരിത്രം കൂർമ്മപുരാണ സാരമായിട്ടുള്ള ഭഗവാൻ കൂർമ്മമായിട്ടും അജിതനായിട്ടും മോഹിനിയായിട്ടും ധന്വന്തരിയായിട്ടും എല്ലാം അവതരിച്ച് ചെയ്തിട്ടുള്ള ഈ അത്ഭുത ചരിത്രം ആര് കേൾക്കുന്നുവോ 8 അധ്യായങ്ങൾ, അവർക്ക് നല്ല വിവേകം ഉണ്ടാവും. അവർക്ക് ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും പരാജയം വരില്ല എന്ന്. ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും അവർക്ക് പരാജയമില്ല, സർവവിജയമാണ് അവർക്ക് കിട്ടുക എന്നുള്ള ഒരു അത്ഭുത ചരിത്രമാണ് കഥയിൽ കൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കുറേ കാര്യമുണ്ടാവും. ഓരോ ഭാഗമെടുത്ത് വ്യാഖ്യാനിച്ചാലും നമുക്ക് കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ടാവും. അതിന് ചുരുക്കമായിട്ട് അതിനെക്കുറിച്ച് അനുസ്മരിക്കുക മാത്രം ചെയ്തു എന്ന് മാത്രം. അതാണ് ഫലം. ഇങ്ങനെ ഭഗവാനെ മോഹിനി രൂപം സ്വീകരിച്ച് എല്ലാവരും ആഗ്രഹം സാധിപ്പിച്ചെന്ന് ആ ഭഗവാന്റെ പാദത്തില് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചുകൊണ്ടാണ് ആ പ്രകരണം അവിടെ സമർപ്പിക്കുന്നത്. ഇങ്ങനെ മോഹിനി രൂപം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ആ പ്രകരണം, കൂർമ്മപുരാണത്തിന്റെ ആ സാരം അവിടെ സമർപ്പിക്കുന്നത്.
ഇങ്ങനെ. അപ്പൊ ആദ്യം മന്വന്തരങ്ങൾ വർണ്ണിക്കുക. പിന്നെയാണ് ഇപ്പൊ 6 മന്വന്തരേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെയുള്ള മന്വന്തരങ്ങള് എല്ലാം വർണ്ണിക്കും. ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ ഒരു അവതാരം മാത്രം വർണ്ണിച്ചു കേൾപ്പിക്കും.